ഗൾഫിൽ വധശിക്ഷയിൽ നിന്ന് ലോക മലയാളികളുടെ സഹായത്തോടെ ബ്ലഡ് മണി നൽകി രക്ഷപ്പെട്ട് 2 പതിറ്റാണ്ട് ജയിൽവാസ ശേഷം നാട്ടിലെത്തിയ അബ്ദുറഹീമിനെ ആഘോഷിച്ച കേരളത്തോട് എന്തു പറയുന്നു? അബ്ദുറഹീമിനെ കേരളം ആഘോഷിച്ച അത് എന്തും ആഘോഷമാക്കിയല്ല, ഇപ്പോൾ എല്ലാം ആഘോഷമാണ്. അബ്ദുറഹീമിനെ ആഘോഷിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അബ്ദുറഹീം എന്ന് പറഞ്ഞാൽ സ്വയം മനഃപൂർവ്വം ഒരു കൊല നടത്തിയ ആളല്ല എന്നാണ് നമ്മളറിയും, അല്ലേ? അയാൾ ഡ്രൈവിങ്ങിലോ മറ്റോ വന്നിട്ടുള്ള മനഃപൂർവ്വമല്ലാത്ത ഒരു കൊലയാണ് അയാളുടെ നിന്ന് വന്നത്. അതിന് വധിക്കപ്പെട്ട ആളുടെ കുടുംബം ഇഷ്ടപ്പെടാത്തത് കൊണ്ടും അവർ മാപ്പ് നൽകാത്തത് കൊണ്ടും അവർക്ക് ബ്ലഡ് മണി കൊടുത്താൽ പറ്റും എന്ന് പറയുന്നിടത്ത് എത്തിയപ്പോൾ വലിയ സംഖ്യ ആവശ്യമായി. അപ്പം നമ്മളൊരു മലയാളിയായ ഒരു ചെറുപ്പക്കാരനെ, നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ കുറേ വർഷം അങ്ങനെ കടന്നപ്പോൾ അയാൾക്ക് ബ്ലഡ് മണി ഒറ്റയ്ക്ക് അയാൾക്കോ കുടുംബത്തിനോ ഉണ്ടാക്കാൻ വയ്യ. ഫറൂഖുകാരനാണ് അദ്ദേഹം. അപ്പോൾ എല്ലാവരും കൂടി അതിലേക്ക് ഇറങ്ങിയ നമ്മുടെ നാട്ടിലിപ്പോൾ അത്തരം കാര്യങ്ങൾക്ക്, ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും കരുണാർദ്രമായ പ്രവർത്തനങ്ങൾക്കൊക്കെ എല്ലാവരും എടുക്കുമല്ലോ. വാട്സാപ്പിൻ്റെ ഒരൊറ്റ ഉപയോഗം വേണ്ടുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും അതിനൊറ്റ നിൽക്കുന്ന കൂട്ടർ പറഞ്ഞാൽ എല്ലാവരും കൊടുക്കും. അതങ്ങ് കൊടുത്തു വന്നപ്പോൾ നമ്മളൊക്കെ കൂടി പണം കൊടുത്തിട്ട് ഇയാൾ രക്ഷപ്പെട്ടു വന്നല്ലോ എന്നുള്ളവർക്ക് സന്തോഷവും ആഹ്ലാദമൊക്കെ തോന്നി. അത് ആഘോഷമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഇപ്പം എവിടെയോ നടക്കുന്ന കളി എന്തോരം ആഘോഷമാക്കിയിട്ട് ആരാധനാക്കിയിട്ടൊക്കെ അപ്പോൾ മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സമൂഹത്തിൽ അബ്ദുറഹീമിനെ ആഘോഷിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് കാണാനാ? അതിൽ പ്രത്യേകമൊന്നും കാണുന്നില്ല. ബ്ലഡ് മണി കൊടുത്ത് ഒരു കൊലയാളിയെ ചെയ്തു എന്ന് പറയല്ല. ഇനി ഇരിക്കട്ടെ, കൊലയാളി കൊല നടത്തിയ നിമിഷപ്രിയാണിഞ്ഞ് വരുന്നത് കണ്ടാലോ? നിമിഷപ്രയോ എന്നാൽ മൂല്യന്മാരെ സംഘം കൂടിയും ആഘോഷിക്കണ്ടാവും. കാരണം അവർക്ക് വല്ല പങ്കുണ്ടെങ്കിൽ ആ പങ്കിൻ്റെ പേരിൽ ഒരു ആഘോഷിക്കും. നിമിഷപ്രിയ എല്ലാവർക്കും അറിയാം കൊല നടത്തിയതാണ് എന്ന്. പിന്നീടപ്പോൾ അബ്ദുറഹീമിൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഇത് മുസ്ലിം അമുസ്ലിം എന്ന നിലക്ക് മാത്രം പറയുന്നതല്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് രണ്ടും തമ്മിൽ, കൊലകൾ തമ്മിൽ വലിയ മാറ്റമുണ്ട്. അപ്പോൾ ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് ആ ചുറ്റുപാടുണ്ടായത് എല്ലാവരും കൂടി ഒത്ത് സഹകരിച്ചു. ആ മുസ്ലിമും അമുസ്ലിമും എല്ലാവരും സഹകരിച്ചു. അപ്പോൾ ആ ഒരാൾ തിരിച്ചു വന്നപ്പോൾ കണ്ട സന്തോഷത്തിൽ, അദ്ദേഹത്തിന് കുടുംബത്തിലുള്ള സന്തോഷത്തിൽ എല്ലാവരും കൂടി പങ്കെടുത്തു. ആഘോഷം അരോചകമായോ ശരീരത്തിന് വിരുദ്ധമായോ ഒന്നും ഞാനറിയില്ലേ. ഈ ചോദിച്ചതിനോടാണ് പ്രതികരിക്കുന്നത്. ആഘോഷം എങ്ങനെയാണ് നടന്നതെന്ന് എനിക്കറിഞ്ഞൂടെ. ഞാൻ നിങ്ങൾ കാണുന്ന വാട്സാപ്പ് ഒന്നും കാണാത്ത ആളാണ്. എൻ്റെ മുന്നിൽ അത് എത്തിയിട്ടുമില്ല. നിങ്ങൾ ചോദിച്ചപ്പോൾ അതിനനുസരിച്ച് പ്രതികരിച്ചതാണ്.